40 years കൊട്ടാരത്തിൻ്റെ അകത്ത്. 7-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തികൾ 22-ാം വാക്യം വായിക്കുമ്പോൾ 40 വർഷത്തെ കൊട്ടാരാനുഭവം എഴുതിയിട്ടുണ്ട്. മോശെ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. എൻ്റെ പൊന്ന്, 100% മാർക്കാണ്. റാങ്ക് ഹോൾഡറാണ്. ഫസ്റ്റ് റാങ്ക്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. മോശെ യഹോവയോട്, കർത്താവെ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു. അതിന് യഹോവ അവനോട്, മതി നമ്മൾ ആശയത്തിൻ്റെ അകത്ത് നിൽക്കുക. അപ്പോൾ ഇപ്പം എന്ത് പറയാണ്? വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥമുള്ള 100% മാർക്ക് കിട്ടി ഫസ്റ്റ് റാങ്ക് കിട്ടിയതിന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തോറ്റു തുന്നം പാടി നിൽക്കുക. എവിടെ? ലോകത്തിൻ്റെ മുമ്പിൽ നമ്പർ 1 റാങ്കാണ്, പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നീ 0യാ. ഹലോ, സ്തോത്രം. ആ 0യിൽ നിന്നാണ് ദൈവം തുടങ്ങിയത്. സ്തോത്രം. നമ്പർ 1-നെയും സ്തോത്രം. ഒത്തിരി കാര്യങ്ങളിലൊക്കെ ഞാൻ മിടുക്കനാ മറ്റേതാ മറിച്ചതെന്ന് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി വാക്സാമർത്ഥ്യം ഇല്ലാത്തവനായി, വിക്കുള്ളവനായി, തടിച്ച നാവുള്ളവനായി, ഒന്നും എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി പോലും നീ മേടിച്ചിട്ട് അതിനെ താഴെയിട്ട് പാമ്പാക്കി മാറ്റിയില്ലേ, എനിക്കിനി ആശ്രയിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ മോശയാണ് 40 വർഷക്കാലം ഒരസാധാരണ നിലയിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിച്ചത്. കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു? 40 വർഷത്തിന് ശേഷം മരിപ്പുകയിലെ തകർന്നു പോയില്ല. നമ്മൾ വിചാരിക്കും ഇപ്പം തീരും. തീരത്തില്ല ദൈവവേല. കാരണം എന്താ? എഴുതി വെച്ച് പ്രാർത്ഥിച്ച ഒരു നിയോഗമുണ്ട്. സ്തോത്രം. ഒരു വാഗ്ദത്തമുണ്ട്. തീരുമെന്നൊക്കെ തോന്നും, തീരത്തില്ല ദൈവവേല. നിന്റെ തലമുറ തീരത്തില്ലെന്നേ. നിന്റെ തലമുറയുടെ മേലൊരു വാഗ്ദത്തമുണ്ട്. നീ അത് വെച്ച് പ്രാർത്ഥിച്ചതല്ലേ, അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം. അതിനുവേണ്ടി 40 വർഷം കഴിഞ്ഞപ്പോൾ 80 വയസ്സായി മോശയ്ക്ക്. ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായി. സ്തോത്രം. അതിൻ്റെ ഒരു ചരിത്രം വേറെ. മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായി. സ്തോത്രം. അവിടെ വെച്ചാണ് മോശയുടെ കാഴ്ചപ്പാട് മാറുന്നത്.